നാട്ടിൽ പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പുതുതായിട്ട് സെറ്റ് ചെയ്തല്ലേ? ഇതൊരു കണ്ടിന്യൂ ഒരു മണിക്കൂർ നേരത്തോളം കണ്ടിന്യൂ സാധനം തരും. ഇതിന് ഇലക്ട്രിക്കോ ബാറ്ററി ഒന്നും വേണ്ട. ഇതൊരെണ്ണം മേടിച്ചിട്ട് കറക്കുക, നേരെ അതിലോട്ട് സെന്റർ നോക്കുക, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഉറങ്ങും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ KOCയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ റൂമിൽ വന്നാണ്. അവരൊരു അത്ഭുത ചക്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഈ പുറകെ കണ്ടില്ലേ, ഫുള്ള് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതായത് മലയാളത്തിലൊന്നും ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല, അത്രയ്ക്കൊരു അത്ഭുത ചക്രം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കറണ്ട് വേണ്ട, 10-25 മിനിറ്റ് ഒക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാര വസ്തുവായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. നമ്മുടെ ലോക്ക്ഡൌൺ ടൈമില് ഇവർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നല്ല സംഭവമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. ഈ വീൽ ചക്രത്തിന്റെ കലാകാരന്മാരായ അഭിയുടെയും റാഫിയുടെയും കൂടെ ഞാൻ ലെന്നി. വെൽക്കം ടു LTDREAMS. അപ്പം എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്നുവെച്ചാല്, വൈദ്യുതി ഇല്ല, ഇതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, സ്വന്തമായിട്ട് നിർമ്മിച്ചാണോ, എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് ആക്ച്വലി ഇത് തുടങ്ങിയത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് തുടങ്ങിയത്. വീഡിയോ DREAMSbylenny എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്. ആള് ഇതുപോലെ സ്കൾപ്ചർ വർക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അതിന് പുറമെ ഒരു ലോക്ക്ഡൌൺ വന്നപ്പോ ഒത്തിരി സമയം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ആണ് റൂമില് സ്കൾപ്ചർ വർക്കാണ് ഇപ്പൊ ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡോറ് തുറക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യല്ലേ? റാഫി ചേട്ടാ ഒന്ന് ഓപ്പൺ ആക്കി. റാഫി ചേട്ടാ, അതായത് ഇവര് ഡോർ ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇത് കണ്ടോ, ഇത് കറക്കാൻ തുടങ്ങും. അതാണ് സംഭവം. അത് എത്ര നേരം നിൽക്കിയത്? ഇത് ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂ തിരിയും. ആരെങ്കിലും റൂമിൽ വന്നാൽ നമുക്ക് അത് കാണാനും പറ്റും. അതായത് നമ്മുടെ റൂമിൽ വരുന്നു, ഇത് വീല് തിരിയും. അങ്ങനെ ഒരു പവർ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. അതിനത് ഇലക്ട്രിക് വേണ്ട. ഇതിന്റെ മോഷൻ പുൾ ആൻഡ് പുഷ് എന്നുള്ള രീതിക്ക് ഡോറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. റോപ്പും വീലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ഇതാണ് ആദ്യം ചെയ്ത വർക്ക്? അത് വിജയമായിരുന്നു. അത് ഒരു ചെറിയൊരു ആത്മവിശ്വാസം കിട്ടി ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതിന്റെ വീഡിയോ ആണ് എനിക്ക് ആദ്യം അയച്ചു തന്നത് അല്ലേ? ആദ്യം അയച്ചു തന്നിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ചെയ്തത്. പിന്നെയാണ് ബാക്കിയുള്ള പുറകിൽ കാണുന്നത് എല്ലാം. പിന്നെ സെക്കൻഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഈ കിളിയുടെ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഒന്ന് കറക്കിക്കാം ചേട്ടാ. ഇത് വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അങ്ങനെയാ കറക്കുന്നത് അല്ലേ? ഒന്നത് മൂവ് ചെയ്താൽ മതി. വൈൻഡിങ് വീൽ ഉണ്ട്, ഞാനിപ്പോ വീൽ ഉപയോഗിക്കുന്നില്ല. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഈ വെയിറ്റ് കൂടെ വരെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം ഇത് കണ്ടിന്യൂ തിരിഞ്ഞുകൊണ്ടിരിക്കും. 1 മണിക്കൂർ ഇത് കറങ്ങും കണ്ടിന്യൂ. ഒന്ന് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇത് കറങ്ങും അല്ലേ? പക്ഷെ ഇത് ഭയങ്കര വലുപ്പമാണല്ലോ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇൻ കേസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരാൾ കോണ്ടാക്ട് ചെയ്യാം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി, അപ്പൊ ഇതിന്റെ ചെറുത് അവർക്ക് കിട്ടുമോ? നമുക്ക് ചെറിയ ഐറ്റംസ് നമ്മൾ ഇവിടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നാട്ടിൽ പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പുതുതായിട്ട് സെറ്റ് ചെയ്തല്ലേ? അത് 16 ഇഞ്ച് ഡയമീറ്റർ വരും. അതായത് ഒരു ക്ലോക്കിനെക്കാട്ടും കുറച്ചുകൂടെ വരുമ്പോ അല്ലേ? വരും. ഇത് 16 ഇഞ്ച് വരും. ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ വൈൻഡിങ് അല്ല, ഇത് വലിച്ചാൽ മതി. അതിലോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ഒരു അരമണിക്കൂറോളം കറങ്ങി. ഓക്കെ, അരമണിക്കൂർ ഇത് കറങ്ങാം. അതായത് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, നാട്ടിൽ കൊണ്ട് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. നാട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മൾ ആണിയിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊന്തിച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ, വേണ്ട, ജസ്റ്റ് നമ്മുടെ ഒരു ഭിത്തിയിൽ ഒരു സ്ക്രൂ അടിച്ചിട്ട് ഇതങ്ങ് വെച്ചാൽ മതി. അപ്പം നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒത്തിരി പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല അല്ലേ? അതെ.
അതുപോലെ തന്നെ ഈ സ്കൾപ്ചേഴ്സ് 3 ചെറുത് 16 ഇഞ്ച് ഡയമീറ്റർ വരും. അതിന് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വുഡൻ ബ്ലോക്ക് ഇതും ഹാൻഡ് മെയ്ഡ് ആണ്, കയ്യിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ നമ്മള് ഇത് ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതില് 2-3 ഡിസൈൻ ഉണ്ട്, ഇപ്പൊ ഞാൻ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഡിസൈൻ അയച്ചു കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ, അതായത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റൂല, 1 വീക്കിനുള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ജോലിയുള്ള അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു? KOCയിലല്ലേ? ഓക്കെ, വെൽഡിംഗ് സെക്ഷൻ. നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. ഞാൻ തൃശ്ശൂര്. പേര് പറയും. റാഫി. റാഫി ചേട്ടൻ കോഴിക്കോട്, അബി തൃശ്ശൂർ. ആ സ്ലാങ് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അബി കുഞ്ഞിപ്പാലു. അപ്പൊ അതാണ് പേര്. തൃശ്ശൂർ സൈഡിലോട്ടുള്ളവരൊക്കെ പേരാണ്. അപ്പൊ അബി കുഞ്ഞിപ്പാലു ആണ് ഇതിന്റെ ഒരു മെയിൻ സിസ്റ്റാവ്. നമ്മുടെ റാഫിക്ക നല്ല കട്ട സപ്പോർട്ടാണ്. ഇത് നമ്മ മുമ്പേ കണ്ടേക്കാളും വലിയ ഡിസൈനാണ്. ഇത് 24 ഇഞ്ച് വരും, 2 അടി ഡയമീറ്ററോളം ഇത് വരും. ഓക്കെ. ഇത് വൈൻഡിങ് സെക്ഷൻ ക്ലോക്ക് വൈസിൽ തിരിക്കുക, ഫുൾ വൈൻഡിങ് ചെയ്തതിന് ശേഷം വിടുക. ഇതൊരു കണ്ടിന്യൂ 1 മണിക്കൂർ നേരത്തോളം കണ്ടിന്യൂ സാധനം തിരിയും. ഇതിന് ഇലക്ട്രിക്കോ ബാറ്ററി ഒന്നും വേണ്ട. അപ്പൊ കുവൈറ്റില് നമ്മളിപ്പോ നാട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് ഉദ്ദേശമില്ല. അപ്പൊ നാട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ ചെറുതായിരിക്കും ബെറ്റർ അല്ലേ? ചെറുതായിരിക്കും നല്ലത്. കുവൈറ്റിൽ ഇവിടെ കൂടുതൽ ഞങ്ങൾക്ക് സെയിലായി പോണ പീസ് 24 ഇഞ്ചാണ്. 24 ഇഞ്ച്. ഓക്കെ. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ കൂടുതലും ഞങ്ങൾക്ക് സെയിൽ ആവുന്നത് ചെറുതാണ്. ആൾക്കാർക്ക് കൊണ്ടുപോകാൻ ബാഗ് വെച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെറുതുണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ഇത് ഭയങ്കര രസമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിലൊക്കെ കയറുമ്പോൾ ഒന്ന് വലിച്ചിട്ട് പോവുകയാണെങ്കിൽ അതവിടെ അങ്ങ് കറങ്ങിക്കോളും. പിള്ളേർക്കാണെങ്കിലും കൗതുകമാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? നമ്മള് സാധാരണ ആൾക്കാരെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു അല്ലേ, ഒരു അലങ്കാരത്തിന് വേണ്ടി. പക്ഷെ ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. അങ്ങനെ ഇതിന് വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും വരത്തില്ല. നമ്മള് നൈസായിട്ട് യൂസ് സെയിൽ ചെയ്ത് വന്നിട്ടില്ല. മെയിൻ്റെനൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും, അത്ര ഉള്ളൂ. ഇത് ഇലക്ട്രിക് ഒന്നല്ലോ, ഇതൊരു ഗ്രാവിറ്റിയും വെയിറ്റും വെച്ചിട്ട് അങ്ങനെ ഇത് സയൻസ് ആണ്. എന്താണ് പഠിച്ചത്? ഇത് ഞാൻ പഠിച്ച IT ആണ് പഠിച്ചത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും പഠിച്ചില്ല, ജസ്റ്റ് യൂട്യൂബ് കണ്ട് അങ്ങനെ നമുക്കൊരു ഇൻസ്പയർ ആയി അങ്ങനെ ചെയ്തു. ലോക്ക്ഡൌണിന്റെ സമയത്തുണ്ടായ കാര്യങ്ങളാണ് പലരും. ഞാനും ലോക്ക്ഡൌൺ സമയത്താണ് യൂട്യൂബ് തുടങ്ങിയത്. പലരും പല പരിപാടികളും ചെയ്തു ലോക്ക്ഡൌണും കൊണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കലാവാസന പുറത്തോട്ട് കൊണ്ടുവന്ന സമയമാണ് ഈ ലോക്ക്ഡൌൺ. അടിപൊളി. അപ്പൊ ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇതില് പല വെറൈറ്റീസ് ഉണ്ട്. വേറെ ഡിസൈൻ. ഇത് കറക്കാനും എളുപ്പം അല്ലേ? വലിയ കറക്കാൻ്റെ ഓടൊന്നുമില്ല, അങ്ങനെ ഇത് കറക്കാം. ഇതെല്ലാം 1 മണിക്കൂർ കിട്ടുമോ? ഈ വലുത് കംപ്ലീറ്റ് നമ്മള് ഡിപ്പെൻസ് ഓൺ ഹൈറ്റ് ആണ്. ഇത് വെക്കണ ഹൈറ്റ് അനുസരിച്ചിരിക്കും. അതെങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ വെയിറ്റ് അടിയിൽ എത്ര ടൈമാണ്. അപ്പൊ അത് മാക്സിമം ഹൈറ്റിൽ വെയിറ്റ് വെക്കുകയാണെങ്കിൽ ആ വെയിറ്റ് അടിയിൽ എത്ര ടൈം എടുക്കും. ഇപ്പൊ ഈ ഹൈറ്റിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റോളം കിട്ടും. 45 മിനിറ്റ്. അപ്പൊ നമ്മള് കറക്കി വെക്കുന്ന അനുസരിച്ചിരിക്കും അത്ര. അപ്പൊ ഫുള്ള് കറക്കുവാണെങ്കിൽ 1 മണിക്കൂർ മാക്സിമം കിട്ടും. അത് അടുത്ത ഡിസൈൻ ആണ്. ഇത് ഇലൂഷൻ മോഡൽ എന്ന് പറയും. ഇലൂഷൻ മോഡൽ. നമ്മളിതിലേക്ക് ഇലൂഷൻ മോഡൽ. ഓക്കെ. ഇതും എല്ലാം അതുപോലെയാണ്. ഇതിലേക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഉറക്കം വരുമല്ലോ. അതെ, ഇത് ബെഡ്റൂമിലൊക്കെ മേടിച്ചു വെക്കാൻ പറ്റിയ സാധനം. ഈ ഉറക്കമില്ലാത്തവർ, ഈ ഗുളിക കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഈ കാശ് കൊടുക്കണ്ട. ഇതൊരെണ്ണം മേടിച്ചിട്ട് കറക്കുക, നേരെ അതിലോട്ട് സെന്റർ നോക്കുക. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഉറങ്ങും കേട്ടോ. ഞാൻ ഇതിലോട്ട് 5 മിനിറ്റ് നോക്കി എന്നിട്ട് എനിക്ക് ഉറക്കം വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉറക്കം വന്നില്ല, അത് ഇവരുടെ കുറ്റമല്ല കേട്ടോ, അത് നമ്മുടെ കുറ്റമാണ്. ഫ്രണ്ട്സ്, അപ്പം എന്റെ പുറകെ കിടക്കുന്ന ബൈക്കില്ലേ, ഇവർക്ക് ഈ കലാവാസന മാത്രമല്ല കേട്ടോ, ഇവര് ഭയങ്കര പെയിന്റിങ്ങും റൂം ഫുള്ളുണ്ടല്ലോ. റൂം ഫുള്ള് പെയിന്റിങ് കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇവർ ഇച്ചിരി ബൈക്കിലൊക്കെ ഇച്ചിരി ക്രേസ് ഉള്ള ആൾക്കാരാണ്. ബൈക്കിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെയിന്റ് വരച്ചു വെച്ചേക്കുന്നു. അതുപോലെ തന്നെ ഒരു മൊബൈലിന്റെ ഒരു സംഭവം അവർ ചെയ്തിട്ടുണ്ട്. അതായത് മൊബൈൽ സ്റ്റാൻഡാണ്. ഇത് കണ്ടില്ലേ, ഒട്ടകവും ഈന്തപ്പനും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു മൊബൈൽ വെക്കാം. അതിന്റെ പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ഒരു നമ്മുടെ ബെഡ് സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതെന്താ സംഭവം? ഇത് ബ്രാസില് ഉണ്ടാക്കിയത്. ബ്രാസ്, അലുമിനിയം, സ്റ്റീല്. ഓക്കെ. ഇതൊക്കെ തന്നെ ചെയ്തല്ലേ? ഉണ്ടോ? ഇതൊക്കെ ചെറിയ സംഭവമല്ല കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് അല്ല കേട്ടോ, ഇത് മെഷീൻ മെയ്ഡാണ്. മെഷീനാണ് ചെയ്താണല്ലേ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവരുടെ റൂമില്
തൊട്ടടുത്ത റൂമിൽ അവർ ചെയ്തൊരു വാൾ പെയിന്റ് ആണ്. ശരിക്കും ഉണ്ടല്ലോ ഇത് സാധാരണ എല്ലാവരും സ്റ്റിക്കർ മേടിച്ച് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഇത് പുള്ളി തന്നെ പെൻസിൽ വരച്ചിട്ട് പെയിന്റ് ചെയ്ത സാധനം അല്ലേ? അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇതാണ് സാധനം കേട്ടോ. സാധാരണ എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്, ആണുങ്ങളുടെ ബാച്ചിലേഴ്സ് റൂമിൽ ഒരു വൃത്തിയില്ല കാര്യങ്ങളാന്നൊക്കെ. ഇത് കണ്ടോ, ഇതോടെ ഈ വീഡിയോ കാണുന്നതോടെ ആ അഭിപ്രായം അങ്ങ് മാറണം. ഇത്രയും വൃത്തിക്ക് ജീവിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയാണ് നാട്ടുകാർ കുറ്റം പറയുന്നത്. കണ്ടില്ലേ, സൂപ്പറാട്ടോ അഭി. ഇത് കണ്ടോ, പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് പുള്ളി നിർമ്മിച്ചു കൊടുത്ത സാധനമാണ്. അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വിളിക്കുന്നവര് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി ഉള്ള സ്റ്റാൻഡാണ് അല്ലേ? എങ്ങനെ വേണം തിരിക്കാം? ആഹാ, ഇതിന്റെ ഫ്രെയിം കംപ്ലീറ്റ് മരത്തിലുണ്ടാക്കിയതാ. മരമാണ്. ഇത് മെറ്റല്. പുള്ളി ജിമ്മനാന്ന് തോന്നുന്നില്ല, ജിമ്മിന്റെ സാധനമൊക്കെ വെച്ചേക്കുന്നത്. എന്റെ ഫ്രണ്ട് ജിമ്മനാ, മിസ്റ്റർ റിജോ. അപ്പൊ റിജോയ്ക്ക് നമ്മള് ചെയ്തു കൊടുത്ത സംഭവമാണല്ലേ? ഇത് കൊള്ളാലോ, ഇത് എവിടെ വേണമെങ്കിലും കാണാം. ആ, ഇത് സൂപ്പറാട്ടോ. ചാർജിംഗ് പോർട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം കൊള്ളാം. ഇത് പൊളിച്ച് അല്ല, ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആൾക്കാർക്ക്? ഇല്ലല്ലോ, ഇത് ഒരു ക്രേസ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൂട്ടുകാരന് ചെയ്ത് കൊടുത്ത അത്രേ ഉള്ളൂ. ആ, എങ്ങനെയാണ് നമ്മുടെ ഇതിലേക്ക് വന്നത്? ലോക്ക്ഡൌണിന്റെ സമയത്താന്ന് പറഞ്ഞു. അപ്പം ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് ക്ലിയർ ആയിരുന്നോ? ഇത് ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഡോർമേളാണ് ഫസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, നമ്മൾ ആ ഡോർ തുറക്കുമ്പോ കണ്ട സാധനം. 3 മാസത്തോളം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വരച്ച് കാര്യങ്ങൾ കുറെ ഫെയിൽ ആയി പോയി. ഓക്കെ, പിന്നെ ഒരു പീസ് ആദ്യം ഞാൻ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ അതിന് വലിയ മെക്കാനിക്സ് ഒന്നും വേണ്ട. ഡോർ ഓപ്പൺ ചെയ്യലും പിന്നെ ക്ലോസ് ചെയ്യുമ്പോ നമ്മുടെ സിമ്പിൾ സംഭവം. അതിൽ നമുക്ക് വലിയ സ്കിൽ എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കട്ടിങ് മാത്രമാണ്, കട്ടിങ്ങിന്റേതായ ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മള് മീതാണ് കിളി ഉണ്ടാക്കി. ആ, പിന്നെ കിളി ഇപ്പം രണ്ടാമത് ഉണ്ടാക്കിയത്. ഓക്കെ, ആ കിളി ഉണ്ടാക്കിയ ടൈമില് മെക്കാനിക്കല് ഇത്തിരി പ്രശ്നമായിരുന്നു. അത് ഓക്കെ, നമുക്കത് എത്ര ദിവസം എടുത്തു? കിളി 15 ദിവസം എടുത്ത് ചെയ്താ. 15 ദിവസം എടുത്തു അതിന്റെ എല്ലാ വർക്കും. മെക്കാനിക് എങ്കിൽ അത് 15 ദിവസം വർക്കിംഗ് ആണെങ്കിലും അതിന്റെ മെക്കാനിക്കൽ സെക്ഷൻ ആ ഭാഗം കൊണ്ട് നമ്മള് വർക്കല്ലാതെ കുറച്ച് നാള് ഇരുന്ന് അതിന്റെ മെക്കാനിസം കറക്റ്റ് ആയിട്ട് കിട്ടാൻ, അതെല്ലാം കിട്ടിയ ഒരു ഡ്രോയിങ് ആയി കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് എളുപ്പമായി അല്ലേ? പിന്നെ അടുത്ത പീസ് എന്റെ ഫ്രണ്ട് റാഫിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് റാഫി ചോദിക്കുവായിരുന്നു അല്ലേ? അപ്പൊ റാഫിക്ക് അടുത്ത ഡിസൈൻ ഉണ്ടാക്കി കൊടുത്താണ് ആയിരിക്കണം. ഓക്കെ, ആ, അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ രണ്ടാളും റാഫി ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ്. ഓക്കെ, നാട്ടിൽ പോറായോ? പറ്റിയ ഈ പ്രാവശ്യം കൊണ്ടുപോകും. ഓക്കെ, വീട്ടിൽ നിന്ന് അവർ ഫസ്റ്റ് ചോദിച്ചതാണ് ഇത് എവിടെ പോയി, ഇത് എന്ത് ചെയ്യാ കൊണ്ടുവന്നില്ല. ഓക്കെ, എല്ലാവർക്കും ഇത് കാണാനൊരു ആഗ്രഹം ഉണ്ടല്ലേ? അപ്പം ഇത് ഇവിടെ നിങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഇത്ര അടുപ്പിച്ച് വെച്ചോണ്ടാണ് സ്പീഡ് കുറച്ച് വെച്ചേക്കുന്നത്. ഇതിനും ഭംഗിയായിട്ട് കറങ്ങും. ഇതില് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൂമില് അധികം സ്ഥലമില്ലാത്ത ആ കിളിയൊക്കെ നല്ല ഫാസ്റ്റ് കറങ്ങും. നമ്മുടെ അതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വലിയൊരു ഹാളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കറങ്ങും. ഓക്കെ, ആ കൂട്ടി ഓക്കെ ഓക്കെ. ആ അതൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടപ്പോ നല്ലതായിട്ട് കറങ്ങിയായിരുന്നു. നിങ്ങൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ. എണ്ണ നമ്മൾ ഇത്രയും ഐറ്റംസ് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് ഇതിനും ഭംഗിയായിട്ട് കറങ്ങുന്നതാണ്. ഇപ്പൊ മോശമെന്നല്ല, നല്ല രസമുണ്ട്. പക്ഷെ നമ്മളൊരു ഹാളില് ഇപ്പൊ ഇത്ര അടുപ്പിച്ചിരിക്കുന്നോണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു സിംഗിൾ ആയിട്ട് കാണുമ്പോ അടിപൊളിയായിരിക്കും. നാട്ടിൽ ആരൊക്കെയുണ്ട്? നാട്ടില് അപ്പനമ്മ, എന്റെ വൈഫ് പേര്? വൈഫിന്റെ പേര് അഖില. പിള്ളേരോ? പിള്ളേര് ഫബിയോണ, മൂത്ത മോള്, രണ്ടാമത്തെ മോള് ഫേബ. വെറൈറ്റി പേരാണല്ലോ, ഫുള്ള് വെറൈറ്റി ആണല്ലോ. ഇക്കാടെ വീട്ടിലാ? എന്റെ വീട്ടില് ഉമ്മ, ഭാര്യ, അനിയൻ, മകൻ. മാന്റെ പേരാ? അബ്ദുൾ റഹ്മാൻ. അടിപൊളി. ഞാൻ നിൽക്കുന്നത് കാഴ്ച ബംഗ്ലാവിലൊന്നുമല്ല കേട്ടോ. അതെ, ഇതുണ്ട് അവരുടെ റൂമില് അവര് പെയിന്റ് ചെയ്തല്ലേ? ഓയിൽ പെയിന്റ് ചെയ്ത സാധനങ്ങളാണ്. ജിറാഫ്, മയില്, കാര്യങ്ങളെല്ലാം കൂടെ കേട്ടോ. രക്ഷയില്ല. അപ്പം കലാകാരനാണ് അല്ലേ? ഇത് ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. ഈ ലോക്ക്ഡൌൺ കൊണ്ട് ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടിയതാണ്. എന്നുവെച്ചാൽ സമയം കിട്ടി. ഇവര് ശരിക്കും നിങ്ങൾ KOCയിൽ വർക്ക് ചെയ്യുന്നവരല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആകപ്പാട് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലെ അവധിയുള്ളത്?
ചെയ്ത പണിയാണ്. ആ സമയത്ത് വെള്ളിയാഴ്ചകളിലും പിന്നെ 3 മണി കഴിഞ്ഞ് വന്ന ഡ്യൂട്ടി കഴിഞ്ഞിട്ടും കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. എല്ലാരും സപ്പോർട്ടാണ്. അല്ലാതെ ഈ മിഷൻ കട്ട് ചെയ്യുമ്പോഴൊക്കെ സൗണ്ട് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ഡസ്റ്റ് പൊടി എല്ലാം വരും. പക്ഷെ കൂട്ടുകാർ സപ്പോർട്ടാണ്. അത് ഒരാൾക്കൊരു കലാവാസന വന്നപ്പോ കൂട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ്. അത് റൂമാണ്. അപ്പം അവര് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവര് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം ഇത് വലിയ ബിസിനസ് ആയിട്ട് ഇവര് ചെയ്യുന്നതല്ല, അത്യാവശ്യം ഇവർക്ക് ഓർഡർ കിട്ടുന്നതൊക്കെ ഇവര് ചെയ്തു കൊടുക്കുന്നു അല്ലെ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ അബിയുടെ കൂട്ടുകാര്. അപ്പൊ ഇവരാണ് അബിക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം. ജസ്റ്റ് ഇവരെ കൂടെ നമുക്ക് പരിചയപ്പെട്ടിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് നിർത്താം. എന്റെ പേര് ഷിബിൻ. നാട്ടിലെവിടെട്ടാ? എറണാകുളം. റിജോയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മൊബൈലിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചല്ലേ? റിജോ ആണോ ഗ്രൂപ്പിലെ ജിമ്മൻ അല്ലേ? ചേട്ടാ പേരെങ്ങനെയാ? ഗ്ലാൻസ്. നാട്ടിലോ? തൃശ്ശൂര്. വിൻസൺ. എറണാകുളം. സജീഷ്. കണ്ണൂര്. ആഹാ. ഒരാളുകൂടി ഉണ്ട്, അങ്കമാലി, മിസ്റ്റർ പോലോസ് കോയിക്കര. പുള്ളിയാണ്. പുള്ളി നാട്ടിൽ പോയിക്കാണ്. സപ്പോർട്ട് ആള് നാട്ടില്. പുള്ളി റൂമിലാണോ? ഈ ബെഡിലെ ആളാണ്. അപ്പം ആ ചേട്ടായാണ് ഫുള്ള് സപ്പോർട്ട്. അടിപൊളി. പിന്നെ ബെൻസൺ മാള. നമ്മുടെ ആ വോൾ പെയിന്റിംഗ് ഉണ്ടല്ലേ ലാസ്റ്റ് റൂമില്. ഓക്കെ. അത് ആളുടെ. പിന്നെ ഒരു ഡെന്നി. അവർ രണ്ടാളും വെക്കേഷൻ. മൂന്നാള് വെക്കേഷനാ. അവർ മൂന്നാളും സപ്പോർട്ടാണ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഫുള്ള് സപ്പോർട്ടല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കുവൈറ്റിലെ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. എന്നാ പറയുന്നേ അല്ലേ? ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവര് വിളിച്ച പാടെ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഇച്ചിരി സമയമൊക്കെ പിടിക്കും. എന്നാലും നല്ല ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു കൗതുകം തോന്നുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ.